സമയം 9:58. പതിവ് പോലെ അട തന്നെയാണ്. ഇന്നും അടയും പുൾസയും 2 മുട്ടയുടെ പുൾസയും. ഇന്ന് ഞങ്ങൾ 130 കിലോമീറ്റർ സൈക്കിൾ സഞ്ചരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എത്രത്തോളം ആവുമെന്നറിയില്ല. 130 കിലോമീറ്റർ ഒരു ദിവസം സഞ്ചരിക്കുക, അതാണ് ഇന്നത്തെ ടാസ്ക്. ആയാലും നോക്കാം. നേര്യമംഗലം ഭാഗത്തേക്ക് പോവാം എന്നാണ് ഇപ്പോൾ കരുതുന്നത്. നേര്യമംഗലം ബ്രിഡ്ജ് വരെ ഏകദേശം 63 കിലോമീറ്ററോളം ഉണ്ട്. അവിടെ പോയി തിരിച്ചു വരാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. 10:30 ഇറങ്ങണം. ഓക്കെ. ഇന്നത്തെ ഉച്ചഭക്ഷണം കുറച്ച് ബ്രെഡല്ല, ഒരു ബണ്ണ് പോലൊരു സാധനം, പിന്നെ കുറച്ച് കപ്പലണ്ടി, പിന്നെ മുമ്പ് വാങ്ങിയിരുന്ന കുറച്ച് അണ്ടിപ്പരിപ്പ് ബാക്കിയിരിപ്പുണ്ട്, അതുണ്ട്. പിന്നെ കുറച്ച് ഈന്തപ്പഴം ഇതിൽ നിന്ന് വാങ്ങിയതാണ്. ഇത്ര സാധനമാണ് ഇന്നത്തെ ഉച്ചഭക്ഷണം. പച്ചവെള്ളവും. ഇപ്പോൾ സമയം 11 മണി. ഞങ്ങൾ അപ്പോളോ അതായത് പ്രീമിയർ കവലയിലെത്തി, കളമശ്ശേരി. ഈ ഭാഗത്തേക്കാണ് പോകേണ്ടത്, ആലുവയിലേക്ക്. അപ്പോൾ ആലുവയിലേക്ക് ചെന്നിട്ട് കാണാം, പറയാം എത്ര സമയത്ത് എത്തണമെന്നുള്ളത്. ആലുവയിലെത്തിയിട്ട് പറയാം. ഇപ്പോൾ 11:15 സമയം 11:15. ഇനി റൈറ്റ് തിരിഞ്ഞ് പോകണം. ഇവിടുന്ന് ആ റൈറ്റ്, ആ വഴി, ആ ബസ് വരുന്ന വഴി കയറി പോകണം. അവിടുന്ന് KSRTC റൂട്ട് പിടിച്ച് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അതാകുമ്പോൾ കുറച്ച് നല്ല റോഡാണെന്ന് വിചാരിക്കണം. ആ റൂട്ട് പോവാം. ഓക്കെ. അപ്പോൾ ഇവിടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന ജംഗ്ഷനിലെത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് നമുക്ക് പോകേണ്ടത് നേരെ ഈ വഴി നേരെ പോകണം. നമ്മൾ സാധാരണ റൂട്ട് അത് തന്നെയാണ്, മൂന്നാർക്ക് പോകുന്ന റൂട്ട്, പെരുമ്പാവൂർ ഭാഗത്തേക്ക്. ആ റൂട്ടിൽ നിന്ന് പോകണം. ആ റൂട്ടിൽ കൂടി കുറച്ച് ദൂരം സഞ്ചരിക്കണം. അപ്പോൾ ഓക്കെ. അപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ചൂണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പെരുമ്പാവൂർ ലെഫ്റ്റ്, കിഴക്കമ്പലം റൈറ്റ്. അത് പൂക്കാട്ടുപടിക്ക് പോകുന്ന റൂട്ടാണ്. ഞങ്ങൾക്ക് ഇങ്ങോട്ടാണ് പോകേണ്ടത്, ലെഫ്റ്റ് സൈഡിലേക്ക്. ലെഫ്റ്റ് സൈഡിലേക്ക് പോകാം. ഇനി പെരുമ്പാവൂർ പിടിക്കണം. പെരുമ്പാവൂർ പിടിച്ചിട്ട് പോകാം. പെരുമ്പാവൂർ എത്തിയിട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ആവശ്യമില്ലെങ്കിലും നോക്കാം. ഇപ്പോൾ സമയം 11:55. ഞങ്ങളിപ്പോൾ സൗത്ത് വാഴക്കുളത്തെത്തിയിട്ടുണ്ട്. സൗത്ത് വാഴക്കുളം. ഇനി എത്ര ദൂരം ഉണ്ടെന്ന് അറിയില്ല. മുമ്പ് ഞങ്ങൾ ഈ വഴിയൊക്കെ വന്നിട്ടുണ്ട്, മരം എടുക്കാൻ വേണ്ടി വന്നതാണ് ഈ വഴിയൊക്കെ. അതിന് കുറച്ച് മുന്നോട്ട് പോയി നോക്കാം. ഇവിടെ അങ്ങനെ ചെറിയൊരു സിറ്റിയാണ്. ചെറിയ ടൗൺ ഏരിയയാണ് സൗത്ത് വാഴക്കുളം. ഉള്ളൂ 12 മണിയായപ്പോഴേക്കും സൗത്ത് വാഴക്കുളം കഴിഞ്ഞു. ഇനി പെരുമ്പാവൂർക്കാണ് പോകേണ്ടത്. പെരുമ്പാവൂർ ഫോക്കസായി കുഴപ്പമില്ല. ഒറ്റക്കൈയിൽ പിടിച്ച് സൈക്കിൾ ഓടുന്നുണ്ട്. പലതരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ട്. നേരത്തെ ആയിരുന്നു ഈ 4 കൈ ഉണ്ടായിരുന്നു, ഇപ്പോൾ 2 കൈയേ ഉള്ളൂ. ആത്മാവ് 2 ഉണ്ടെങ്കിലും കൈ 2 ഉള്ളൂ. അത് മതി. ഓക്കെ. പെരുമ്പാവൂർ പോഞ്ഞാശ്ശേരി എന്ന സ്ഥലത്താണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. പെരുമ്പാവൂർ കുറച്ചുകൂടി മുന്നോട്ട് പോകണം. പെരുമ്പാവൂർ സിറ്റി ആവണമെങ്കിൽ അവിടെ ഒരു ബ്ലോക്ക് കാണുന്നുണ്ട്. ഓക്കെ. ഇതിപ്പോൾ പെരുമ്പാവൂരിനടുത്ത് പോഞ്ഞാശ്ശേരി എന്ന് പറഞ്ഞൊരു ചെറിയൊരു ടൗണാണ്. അല്ല
അല്ല അങ്ങോട്ട് നോക്കാം. ഇഷ്ടംപോലെ ക്ലൈംബ് ഉണ്ടായിരുന്നു, അത് ഇത്തിരി സ്ലോ ആയി. ഇനിയുണ്ട് ക്ലൈംബ്. ഇവിടുന്ന് പെരുമ്പാവൂര് നേരെ കിഴക്കമ്പലം റൈറ്റ്, മൂവാറ്റുപുഴ റൈറ്റ്. മൂവാറ്റുപുഴയ്ക്കും റൈറ്റാണ്. അപ്പോൾ കുറച്ചുകൂടി മുന്നോട്ട് പോകണം. ഇനി അവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട്, ആ ജംഗ്ഷൻ കഴിയണം. ജംഗ്ഷൻ തന്നെയാണ്. അത് കുറച്ചുകൂടി സ്ട്രൈറ്റ് പോയി കഴിഞ്ഞാൽ പെരുമ്പാവൂരായി. ഇപ്പോൾ ഞായറാഴ്ചയാണെങ്കിലും പല ഷോപ്പുകളും തുറന്നിട്ടുണ്ട്. ഇപ്പോൾ പഴയ പോലെ അല്ല, പക്ഷെ അവധിയൊന്നുമില്ല. വണ്ടിത്തിരക്ക് കുറവാണ്. അങ്ങനെ ഒരു ഗുണമുണ്ട്. ഇവിടെ നിന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ മൂവാറ്റുപുഴ കിഴക്കമ്പലം അങ്ങനെയാണ്. സ്ട്രൈറ്റ് പോകണം പെരുമ്പാവൂരിലേക്ക്. അപ്പോൾ ഈ ഇറക്കിറങ്ങി അങ്ങോട്ട് നിന്നാൽ പെരുമ്പാവൂരായി. പെരുമ്പാവൂരായെന്ന് പറയാൻ പറ്റില്ല, പെരുമ്പാവൂരാണ്. റോഡൊക്കെ ഇച്ചിരി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇപ്പം പഴയ പോലെ അല്ല, ഇച്ചിരി വൃത്തിയുണ്ട്. പണ്ടൊക്കെ ഇവിടെ വരുമ്പോൾ കച്ചറ റോഡായിരുന്നു. ഇപ്പോൾ നല്ല BMWC ഇതായിട്ട് മേടിച്ചിട്ടുണ്ട്. ഇവിടുന്ന് KSRTC ബസ് റൂട്ട് ലെഫ്റ്റായിരുന്നു. നമ്മൾ പഴയ റൂട്ടിൽ കൂടി തന്നെ വന്നത്. അതുകൊണ്ട് നമുക്ക് കുറച്ച് ദൂരം 3-4 കിലോമീറ്റർ കൂടുതലായി. അപ്പോൾ പോകുമ്പോൾ എന്തായാലും KSRTC റൂട്ടിൽ കൂടി പോകാമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഇനി ഇവിടെ പെരുമ്പാവൂരിൽ നിന്ന് റൈറ്റിലേക്ക് പോകണം. ലെഫ്റ്റിലേക്കുള്ളത് തിരുവാണികുളം അങ്ങനെ എന്തോ ഒരു സ്ഥലമാണ്. അപ്പോൾ കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ പെരുമ്പാവൂരെത്തും. അപ്പോൾ പെരുമ്പാവൂരെത്തിയിട്ട് സമയം നോക്കാം. തോണിയാണ്. ഓക്കെ. ഇപ്പോൾ സമയം 12:30, 12:30. ഞങ്ങൾ കാണാൻ പറ്റുമെന്നറിയില്ല. ഞങ്ങൾ ഇവിടെ മില്ലുപടി പെരുമ്പാവൂർ AM റോഡ് എത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ കുറച്ച് കാഴ്ചകൾ അങ്ങോട്ട് മുന്നോട്ട് പോകാം. പെരുമ്പാവൂരിൻ്റെ ചില കാഴ്ചകളും കാര്യങ്ങളായിട്ട് അങ്ങനെ കുറച്ച് മുന്നോട്ട് പോകാം. സിറ്റി ചെറു ടൗണാണ്. വണ്ടി വഴിയൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. റബ്ബർ തടി എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് വർക്കിൻ്റെ ആവശ്യത്തിന്. അവിടെ കുറച്ചും കൂടി അങ്ങ് പുല്ലുവഴി എന്ന് പറഞ്ഞൊരു വഴിയുണ്ട്. ആ പുല്ലുവഴി എന്ന് പറഞ്ഞാൽ റോഡിൽ കൂടി കുറേ മുന്നോട്ട് പോകുമ്പോൾ ഇടതുവശത്തൊരു മില്ലുണ്ട്. പുള്ളിയുടെ പേര് മറന്നുപോയി. അവർ നല്ല രീതിയിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്തു തരും. ഇതാണ് പെരുമ്പാവൂർ. പെരുമ്പാവൂരിൻ്റെ ടൗണിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. കുറച്ച് മുന്നോട്ട് പോവാം. പെരുമ്പാവൂരെത്തിയെന്ന് നമുക്ക് സൈൻ ബോർഡിൻ്റെ ആവശ്യമില്ല.
കാഴ്ച എനിക്ക് ഞങ്ങൾ ചെറിയ കയറ്റമാണ്, അതാണ് സംസാരിക്കാൻ പറ്റാത്തത്. ബംഗാളികൾ കൂടുതലായോണ്ടേ അതിനനുസരിച്ച് റോട്ടിലും ഇവർ ഈ ചവച്ച് തുപ്പുന്നതൊക്കെ കൂടുതലാണ്. ചുമന്ന കളർ തുപ്പിയിട്ടേക്കും മഹാവൃത്തിയോടാണ്. ഇപ്പോൾ വരുമ്പോൾ അവർ പ്രൈവറ്റ് സ്റ്റാൻഡാണ്, പ്രൈവറ്റ് സ്റ്റാൻഡല്ല, മറന്നുപോയി. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് വന്നല്ലോ. അതായത് മൂന്നാറിലേക്ക് ഇവിടെ നിന്ന് 98 കിലോമീറ്റർ ഉണ്ട്. നേരെയാണ് പോകേണ്ടത് മൂന്നാർക്ക്. നമുക്ക് പോകേണ്ടത് നേരെ തന്നെയാണ്. നേരെ പോവാം. കയറി സ്ഥിതിക്ക് കാഴ്ച കുറയും. പോകാൻ പറ്റുന്നോട്ടെ. ഈ വഴി പോകണം, പുല്ല് വഴിയാണത്. നമ്മൾ മൂന്നാറിൽ നിന്നൊക്കെ വരുമ്പോൾ ഈ വഴിയാണ് വരാറ്. കാരണം നേരെ പോവാം. ഈ കോതമംഗലം റൂട്ട് പിടിക്കണം. ഇപ്പോൾ പെരുമ്പാവൂരാണ്. കോതമംഗലം റൂട്ട് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതാൻ കഴിയും. അതാ തുപ്പണുണ്ടോ, ചെറുപ്പക്കാരനാണ്. ഒന്ന് ആലോചിച്ച് നോക്കാം. ആണ് നമ്മുടെ പറഞ്ഞിട്ട് കാര്യമില്ല, വളരുന്ന സാഹചര്യമാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. എവിടെ ജംഗ്ഷൻ ഉണ്ട്? ഈ ജംഗ്ഷൻ വലിയ പാടാം കിടക്കാം. അപ്പോൾ അവിടെ അപ്പോൾ മൂന്നാർക്ക് നേരെയാണ്. അപ്പോൾ പെരുമ്പാവൂരിൻ്റെ കാഴ്ചകൾ ഇതൊക്കെയാണ്. പെരുമ്പാവൂർ പണ്ടിങ്ങനെ ആയിരുന്നില്ല, ഇത്രയൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് ഞങ്ങൾ വരുമ്പോൾ ഒരു 30 വർഷം മുമ്പാണ്. 30 വർഷം മുമ്പാണ് ഞങ്ങൾ വന്നുള്ളത് തടിയെടുക്കാൻ. അന്നിങ്ങനെ ഇത്രയൊന്നും ഡെവലപ്ഡ് ആയിരുന്നില്ല. ഓക്കെ, നല്ല ജംഗ്ഷൻ, നല്ല തിരക്കാണ്. കോതമംഗലം 20 കിലോമീറ്റർ കൂടി ഉണ്ട് ഇവിടെ. കോതമംഗലത്തിൽ ട്രാൻസ്പോർട്ട് ബസ് പോകണം. കോതമംഗലത്തേക്ക് 20 കിലോമീറ്റർ കൂടി പോകണം. അപ്പോൾ ഏകദേശം ഒരു 2 മണിക്കൂർ സമയം കിട്ടും. ഞങ്ങൾ 10 കിലോമീറ്റർ സ്പീഡിലേ പോവുള്ളൂ. അതൊരു 2 മണിക്കൂർ സമയം എടുക്കും കോതമംഗലത്തേക്ക് എത്താൻ. പിന്നെ ക്ലൈംബാണെങ്കിൽ പിന്നെ കുറച്ചുകൂടി സ്ലോ ആവും. ചേട്ടാ മര്യാദയൊന്നുമില്ല, സൈക്കിളിനാണ് പോകണമെന്നുള്ള ചിന്തയൊന്നുമില്ല. ഇപ്പോൾ വട്ടം വയ്ക്കും. ഒരു കണക്കിന് ചവിട്ടി വരുന്ന അതിൻ്റെ ഇതൊന്നും കൈകൊണ്ട് തിരിച്ച് പോയിന്നവർക്ക് മനസ്സിലാവില്ല. അപ്പം പോയിട്ടുള്ള അപ്പോൾ ബസ് വന്നു. ഇതൊക്കെയാണ് പെരുമ്പാവൂരിലെ കാര്യങ്ങൾ. ഞാൻ അങ്ങോട്ട് നേരെ പോകണം. കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് നല്ല കാഴ്ചകളുണ്ടെന്ന് നോക്കാം.